ഹലോ നമസ്കാരം. കണ്ണനും ചിട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ കറിയാണ്. എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടതെന്ന് നോക്കണ്ടേ? ഇടി കൊടുക്കുന്നുണ്ട് ഗൈസ്, നോക്കാം കേട്ടോ. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, സവാള അരച്ചത്, ഇത് തക്കാളി അരച്ചത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെള്ളം. ഇനി വേണ്ട മസാലകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കടുക്, പെരിഞ്ജീരകം, കുറച്ച് ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ഇടി കുടുക്കുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ മഴ വരാൻ പോവാണ്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടാവുമല്ലേ? എല്ലായിടത്തും ഇപ്പോൾ കേരളത്തിൽ മഴയുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ഒപ്പം തന്നെ ഞാൻ പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് നമുക്കിടാം. അത് ഏകദേശം ഒരു വലിയ സ്പൂണിൽ 1.5 സ്പൂണോളൊക്കെ ഇടാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് തരും. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇഞ്ചി പെട്ടെന്ന് അടി പിടിക്കും. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. അതെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോണത് സവാള അരച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ചേർത്ത് കൊടുക്കാം. സവാള ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്. അതാണ് ഇപ്പോൾ ഞാനിങ്ങനെ അരച്ച് ചേർത്തിട്ട് ചിക്കൻ കറി വെച്ച് നോക്കി. അപ്പോൾ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. ലേശം ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. വഴണ്ട് വരട്ടെ. നമ്മുടെ സവാള ഏകദേശം വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് തക്കാളി അരച്ചതാണ് കേട്ടോ. തക്കാളി അരച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതും നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് വരട്ടെ. ഒരു തക്കാളിയുടെ ഒരു മണമില്ലേ, ആ മണമെല്ലാം മാറി നമുക്ക് മസാല ചേർക്കാനുള്ളൊരു പരുവത്തിലാവട്ടെ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങളൊരു കള്ളപ്പൂച്ച അവിടെ ഇരിക്കണുണ്ടോ? അവനുണ്ടല്ലോ എൻ്റെ ഇവിടെ വന്നിട്ട് എൻ്റെ പൂച്ചനെയൊക്കെ കടിക്കുമെന്ന്. അവൻ ഭയങ്കര ബിരുദനാണ്. നമ്മുടെ ചിക്കൻ കറി എന്തായി? അത്യാവശ്യം തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് സിമ്പിളിട്ടിട്ടേ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഞാൻ ഒന്നിച്ചിടുകയാണ് കേട്ടോ. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. ഇതിട്ടിട്ട് തീ സിമ്മിലിടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചുമയ്ക്കണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ മുളക് പൊടിയുടെ കുത്തടിക്കും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മസാല. അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഇളക്കി യോജിപ്പിച്ച് ഇതിലൊരു എണ്ണ തെളിഞ്ഞ് ഈ മസാല മൂത്ത് വരുന്ന പരുവമാവണം കേട്ടോ. നിങ്ങളിങ്ങനത്തെ ഒരു ഇല കണ്ടിട്ടുണ്ടോ? ഇതെൻ്റെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള ഇലയാണ്. നമ്മൾ ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് മാറ്റി വെച്ച ചിക്കനാണ് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വട്ടം ഇടാൻ മറന്നുപോയി. അത് പച്ചമുളകാണ്, പക്ഷെ അത് ഞാൻ രണ്ടാക്കി കീറിയിട്ടില്ല. രണ്ടാക്കി കീറിയിട്ട് വരട്ടെ കേട്ടോ. പച്ചമുളക് രണ്ടാക്കി കീറി കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കിതിപ്പോൾ വേവിച്ച് വെച്ച ചിക്കനാണല്ലോ, ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇഷ്ടം. അതുകൊണ്ട് നേരത്തെ നമ്മൾ തക്കാളി അരച്ചപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. ആ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഉപ്പൊക്കെ ഇപ്പം നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി, നമ്മൾ തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ വേവണുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വേവിച്ചപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തു വെച്ചിരുന്നു, അതും കൂടി ചേർക്കണുണ്ട്. അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇലയുണ്ടല്ലോ, ആ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഇപ്പം നോക്കണം. നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എൻ്റെ കണ്ണമ്മൂനായതുകൊണ്ടും അവൻ സ്കൂളിൽ പോയിരിക്കുന്നതായതുകൊണ്ടും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നോക്കട്ടെ, നല്ല ചൂട് നോക്കട്ടെ ഏട്ടാ, എങ്ങനെയുണ്ടെന്ന് പറയാ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ സ്പൂണിൽ നേരെ എടുത്ത് വായിൽ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്പൂണിൽ നിന്ന് തിരിച്ച് ഞാൻ അതിലിടുമെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് കയ്യിൽ ഒഴിച്ചിട്ട് ഞാൻ നോക്കാതെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിനെ ആരും കുറ്റമായിട്ട് പറയല്ലേ. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം. ടാറ്റാ.